ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ പിറന്നാളിൻ്റെ ഒരു വീഡിയോ ആണ് കാണിച്ചത്. അന്ന് വൈകുന്നേരം വിജയേട്ടൻ പണി മാറ്റി വരുമ്പോൾ ഒരു ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഡ്രസ്സാണെന്ന് തോന്നിയൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ്. അധികം മോഡൽ ഉണ്ടോയെന്ന് ഇപ്പോൾ ഇത് കണ്ടാലറിയാം. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കളറ് ഇഷ്ടമായി കേട്ടോ. ആ ടോപ്പ് ഞാൻ നിവർത്തിയിട്ട് അപ്പം തന്നെ ഇട്ട് നോക്കി. അപ്പോൾ കഴിഞ്ഞൊല്ലം മുതലാണിപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ തുടങ്ങിയത് കേട്ടോ. മറ്റത് നമ്മൾ വിവാഹ വാർഷികമാണ് ആഘോഷിക്കാറ്, പിറന്നാളൊന്നും അങ്ങനെ ആഘോഷിക്കാറില്ല. അതാകുമ്പോൾ പിന്നെ ആഘോഷിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അപ്പം തന്നെ ഒന്ന് ഇട്ട് നോക്കി എങ്ങനെ ഉണ്ട്. കാരണം പുതിയ ഡ്രസ്സ് കണ്ടാൽ നമുക്ക് അപ്പം തന്നെ ഒന്ന് ഇടാൻ തോന്നുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് അത് കണ്ട വഴി നിന്ന് ഇടാൻ തോന്നി. ഇനി അത് ഷേപ്പാക്കിയിട്ട് വേണം അത് ഷോപ്പിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രതീക്ഷിക്കാതെ കുഴപ്പമില്ലാതെ എനിക്കൊരു ടോപ്പൊക്കെ കിട്ടി. പിന്നെ കറണ്ട് പോയി വരുമ്പോഴേക്കും ഒരു വലിയൊരു വണ്ടുണ്ട് കേട്ടോ. ആ വണ്ടിൻ്റെ കുട്ടികളാണ് നമ്മൾ ചുമരുമൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അതിനെ ഒന്ന് വെറുതെ കാണിച്ചതാണ്. അപ്പോൾ ഇതിനങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് കൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ മുറ്റത്തേക്ക് ഓടുകയാണ് ആള്. അങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ട് അതിനെടുത്ത് കളയാൻ എല്ലാവർക്കും പേടിയാ പറഞ്ഞാൽ എനിക്ക് അമ്മയ്ക്കൊക്കെ കിട്ടും, അമ്മയ്ക്കൊക്കെ. അപ്പോൾ അമ്മനെ അത് എടുത്ത് കളഞ്ഞത്, അമ്മനെ അത് പേടിച്ചിട്ടാണ് അത് എടുത്ത് കളയുന്നത്. അപ്പോൾ അതിന് കൊല്ലാൻ ഒരു മടി പോലെ തോന്നി. ഇപ്പം അടുത്ത ജന്മം എങ്ങനെ നമ്മളൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് കൊല്ലണ്ടെന്ന് വിചാരിച്ചു. അത് വേണമെങ്കിലും കൊല്ലാറൊന്നുമില്ല അങ്ങനെ ഒന്നിനൊന്നും. ഈ ഷോപ്പിലെത്തിയിട്ട് ചെറിയൊരു വീഡിയോ കാണിക്കുക കേട്ടോ. ഷോപ്പിൽ നന്മ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് കണ്ടോ നിങ്ങൾ? അതാണ് എൻ്റെ ഷോപ്പിൻ്റെ പേരും, അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരും നന്മ വ്ളോഗ് എന്ന് കേട്ടോ. ഇതാണ് എൻ്റെ ഷോപ്പ്. കുഞ്ഞൊരു കടയിൽ കുറച്ച് തുണിയൊക്കെ വെച്ച് കുറച്ച് നൈറ്റികളും പാവാട അങ്ങനെ പാൻറ്റീസ് ബ്ലേസിയർ അങ്ങനെയൊക്കെ ചെറുതായിട്ട് ലേഡീസിൻ്റെ ഐറ്റം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ റോട്ടിൽ കൂടെ പോവുകയാണ്. അത് നമ്മുടെ മാരിയമ്മൽ പൂജയുടെ അവരെ ആൾക്കാരുടെ കുറച്ചൊരു പരിപാടിയാണ് കേട്ടോ. റോട്ടിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൊട്ടും മേളൊക്കെ ആയിട്ട് ഞാനൊന്ന് പുറത്തേക്ക് വന്ന് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ഓരോ ദിവസത്തേക്കുള്ള ഓരോ കാര്യങ്ങൾ ആണ് എടുക്കണത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലപ്പോൾ പിന്നെ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും വെക്കണതോ അങ്ങനെ അടിച്ചൊരു തുടക്കിയൊക്കെയാണ്. ഇപ്പോൾ പിന്നെ ഷോപ്പിലുള്ളപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ആണ് കാണിക്കണത് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്റ്റിക്ക് നമ്മൾ മൊബൈലിൽ നമ്മൾ എടുക്കലോ സ്റ്റിക്ക് പറഞ്ഞപ്പോൾ കാണിച്ചു തരാം, വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടൊന്നൊക്കെ കടയിലേക്കൊന്ന് പോകണം. തൊട്ടടുത്ത് കുറച്ച് അവിടെ അടുത്തുള്ളൊരു കടയിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും കാണണം. എപ്പോഴും പറയും പോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കാണാതെ അങ്ങനെ ഞാൻ ഷോപ്പിലെത്തിയിട്ടോ. ഇത് ദുബായ് പറഞ്ഞ ഒരു ഷോപ്പാണ്, മൊബൈലിൻ്റെ ഷോപ്പാണ് കേട്ടോ. മൊബൈൽ പറഞ്ഞാൽ അത് സർവീസ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൊബൈൽ ശരിയാക്കാൻ വേണ്ടിയിട്ടോ എന്തൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ശരിയാക്കാൻ പറ്റും. സ്റ്റാഫുകളുണ്ട്, 4-5 പേരൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ വാണിയകുളം നമ്മുടെ PK ദാസ് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തും ടൗണിൽ തന്നെയാണ് കേട്ടോ ദുബായ് പറഞ്ഞിട്ട് മൊബൈൽ കട ഉണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെ ഇതേപോലെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു നമ്മൾ യൂട്യൂബൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്റ്റിക്ക് വാങ്ങാൻ വേണ്ടി പോയതാണ്. പല റേറ്റും ഉണ്ട് കേട്ടോ. 400 രൂപ മുതൽ 450, 250. അപ്പോൾ ഇതിന് 550 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ അത് നാളെ വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ പോകുന്നത്.
അപ്പോൾ വില എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി തരുമെന്ന് വിചാരിക്കുന്നുണ്ട്. കമ്മിയാക്കി തരാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പൈസ അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം നാളെ വന്നിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കട. പിന്നെ മൊബൈലിൻ്റെ കവറുകൾ, പിന്നെ എന്താ പറയുക, റീചാർജ് ചെയ്യും, പിന്നെ ചാർജർ, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റങ്ങളും ഒക്കെ എല്ലാതും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിലേക്ക്, ദുബായ് പറഞ്ഞ കടയിലേക്ക്, വാണിയംകുളം ടൗണിൽ തന്നെയാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് ഷോപ്പ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ സ്റ്റിക്ക് വാങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അത് അടിപൊളിയായിട്ട് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ നേരെ എടുക്കാനൊക്കെ പറ്റും. ഇത് ഓണറാണ്. പിന്നെ സ്റ്റാഫുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങനെയല്ല, 3-4 പേരുണ്ടാവും. പിന്നെ അവരുടെ ആൾക്കാർ വേറെ, പിന്നെ ഷോപ്പൊക്കെ ഉണ്ട്, ഷോപ്പൊക്കെ ഉണ്ട് വേറെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വീഡിയോ 972 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1000 ആവാൻ വേണ്ടിയിട്ട് ഒരു 28 സബ്സ്ക്രൈബ് ആളും കൂടി വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു സബ്സ്ക്രൈബും കൂടി തരാം കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പോകേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് പറയണത്, വേറെ ഒന്നുമല്ല. അപ്പോൾ 1000 സബ്സ്ക്രൈബ് ആയി പറഞ്ഞിട്ട് നമുക്ക് അപ്പോൾ പൈസ ഒന്നും കിട്ടില്ല. പക്ഷെ അതിനൊരു ഇത് വേണം. അതിപ്പോൾ എല്ലാവർക്കും യൂട്യൂബിൻ്റെ ഇത് അറിയണവർക്ക് അറിയുണ്ടാവും, അതിൻ്റെ ഒരു എങ്ങനെ വരുമാനം കിട്ടുകയെന്നൊക്കെ കേട്ടോ. എന്തായാലും വരുമാനം എന്തെങ്കിലും കിട്ടാൻ തുടങ്ങിയാൽ അത് അപ്പം തന്നെ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ 27 സബ്സ്ക്രൈബും കൂടി ആയിട്ട് ഞാൻ 1000 സബ്സ്ക്രൈബ് ആകുമ്പോൾ ഞാനൊരു വേറെ വീഡിയോ ഇടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ പുഴയിൽ വെള്ളമൊക്കെ അതേപോലെ ഇരിക്കണത്. പിന്നെ വീട്ടിലിവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല, അച്ഛനൊന്നും കുഴപ്പമില്ല, അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ട് ഞാൻ അവിടെ അടിച്ച് പൊളിച്ചൊരു എടുക്കാൻ പറ്റും നോക്കട്ടെ എങ്ങനെയെന്നൊക്കെ. അവിടെ പോയിട്ട് വേണം ഇതൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. ഇതെങ്ങനെ വെക്കുകയെന്ന് അറിയില്ല. അപ്പോൾ നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ കൂട്ടുകാരെ.